ആദ്യകാലത്ത് കർത്താവ് വചനമായി കഴിഞ്ഞ വർഷം ഓൺലൈൻ പ്രേരണകൾ പങ്കെടുക്കാൻ കർത്താവിനെ സഹായിച്ചു. എങ്കിൽ ഈ വർഷം കർത്താവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ കർത്താവിനെ കൊടുക്കാൻ ചോദ്യം ചെയ്യുന്ന എൻ്റെ പേര് ബാബു എന്നാണ്. ഞാൻ വയനാട്ടിലാണ് എൻ്റെ യഥാർത്ഥ സ്ഥലം കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു ഹിന്ദു ലേഖനോട് രക്ഷയിലേക്ക് കടന്നവരുടെ ജീവിതത്തിൽ വളരെ ഞാനധികം ഈ ബന്ധക്കോസ് സ്ഥാപനത്തെ എതിർത്താണ്. എൻ്റെ ചേച്ചി ആദ്യമായി എൻ്റെ ചേച്ചിയാണ് രക്ഷയിലേക്ക് വന്നതെങ്കിലും ഒത്തിരി എതിർത്തെങ്കിലും ഒരു കാലത്ത് കർത്താവ് എന്നെ പിടിക്കാനിടയായി നല്ല വചനമായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന വലിയ കൃപയ്ക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വചനത്തിൽ നിന്ന് എനിക്ക് ഞാൻ രണ്ടാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഓർക്കുന്ന പ്രാർത്ഥിക്കണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ ഒന്നോ രണ്ടോ വാക്കും പറഞ്ഞിരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതുപോലെ വേദിയിലായിരിക്കുന്ന ബഹുമാനായ കർത്താവിൻ്റെ ദാസന്മാർക്കും എല്ലാവർക്കും യേശുനാമത്തിൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. പരിശുദ്ധനായ ദൈവമേ കാണുന്നു. ദാവീദ് തൻ്റെ മകനായ അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിച്ച് അവിടെ നിന്ന് അവനെ ആട്ടിക്കളച്ചിട്ട് അവൻ പോകുമ്പോൾ പാടിയ സന്ദർഭമാണ് കാണാൻ സാധിക്കും. അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വിളിച്ചത് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇവിടെ ദാവീദ് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും അതിൽ അവൻ്റെ നാവിന്മേലും ഉണ്ടാവും കാണാൻ സാധിക്കും. എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ ഭക്തന്റെ ജീവിതത്തിൽ നന്മ വന്നാലും ദോഷം വന്നാലും അവൻ വിളിച്ചു പറയാൻ തൻ്റെ ജീവിതത്തിൽ യഹോവ ഏത് രീതിയിൽ തന്നെ തൻ്റെ ജീവിതത്തിൽ പരീക്ഷ വന്നാലും വീഴ്ചകളുണ്ടാകും, എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്ന് നിറഞ്ഞാലും ഞാൻ അവനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ നാവും അവനെ ദോഷിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അവൻ ഞാൻ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ദാവീദ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. തൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നാൽ അനർത്ഥങ്ങൾ വന്നാലും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും യഹോവയെ ഞാൻ തള്ളി പറയുന്നില്ലെന്ന് വളരെ വ്യക്തമായി ദാവീദ് ഒന്നാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ സകല നന്മയും കൊണ്ട് നിറച്ചിട്ട് ചില കുറച്ച് പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ വന്നപ്പോൾ പ്രേക്ഷകരാകില്ല അവർ അല്ലെങ്കിൽ ദൈവത്തെ മറതരിച്ച് കാണുവാൻ സാധിക്കും. അലലിയ എന്നാൽ ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും. ചന്ദ്രക്കും മേശക്കും ഹബക്കൂക്കും എന്ന് പറയുന്ന ആ ദേവദാസന്മാർ നെബൂഖദ്നേസർ എന്ന് പറയുന്ന ബിംബത്തെ ഉണ്ടാക്കി അവരെ നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ദൈവം എന്നെ വിധിച്ചാലും ഇല്ലെങ്കിലും നിന്റെ ബിംബത്തെ നമസ്കരിക്കുന്നില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പ്രേക്ഷകരോട് എന്നാൽ ദാവീദ് വിളിച്ചു പറയുന്നു അലലിയ തന്റെ ജീവിതത്തിലേക്ക് കഷ്ടങ്ങൾ വന്നാലും അല്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നാലും വിളിച്ചോട് അല്ലയ ഞാൻ എൻ്റെ യഹോവയെ തന്നെ സേവിക്കും. അലലിയ യോശുവ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനും എൻ്റെ കുടുംബം ഈ യഹോവയെ തന്നെ സേവിക്കും. പ്രേക്ഷകരോട് അല്ലയ തന്റെ ജീവിതത്തിലേക്ക് അനർത്ഥങ്ങൾ വരുമ്പോൾ പ്രേക്ഷകരോട് അല്ലയ തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും ഇയ്യോവിന്റെ ജീവിതം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. വളരെ നീതിമാനായ ഇയ്യോവിനെ കാണാൻ സാധിക്കും. അവൻ അനുദിനം യാഗങ്ങൾ കഴിക്കുന്നതായി കാണാൻ സാധിക്കും. വളരെ ഭയഭക്തി നീതിമാനം അവനെ കുറിച്ച് ദൈവം ഒരു നീതിയുടെ പട്ടിക തന്നെ നിരത്തിവിട്ടെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇയ്യോവിന്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ച ഒരു വലിയൊരു കഷ്ടത്തിന്റെ തിരമാലയ പ്രേക്ഷകരോട് അല്ലിയ. എന്നാൽ ഇയ്യോവ് അല്ലിയ അവനെ തള്ളി പറഞ്ഞിട്ടില്ല. പ്രേക്ഷകരോട് അല്ലിയ തന്റെ ഭാര്യയും തന്റെ പ്രാണസഖിയായ ഭാര്യ പോലും തള്ളി പറഞ്ഞപ്പോൾ ഇയ്യോവ് തള്ളി പറഞ്ഞിട്ടില്ല. ദാവീദ് വിളിച്ചു പറയുന്നു എല്ലാ കാലത്തും ഞാൻ അവനെ വാഴ്ത്തും. പ്രേക്ഷകരോട് അല്ലിയ എന്റെ ജീവിതം നന്മ വന്നാലും കഷ്ടം വന്നാലും പ്രതികൂലം വന്നാലും അല്ലിയ ഞാൻ യഹോവയെ സേവിച്ചുകൊണ്ടേയിരിക്കും. യോശുവ പറയുന്ന പോലെ ദാവീദ് വളരെ വ്യക്തമെന്ന് പകരക്കാരൻ അല്ലിയ നമ്മളോട് സംസാരിക്കുന്നു. അറിയാം നമ്മുടെ ജീവിതത്തിൽ അറിയാം നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളായിരിക്കാം, നമ്മുടെ ഏത് മേഖലയിലായിരിക്കാം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത ചില സാഹചര്യങ്ങളായിരിക്കാം. എന്നാൽ യഹോവയെ തന്നെ സേവിക്കണമെന്ന് ആദ്യ ദൈവത്തിന്റെ വചനം ആദ്യ എന്നോട് വളരെ വ്യക്തമായി വിളിച്ചു പറയും. അതിന്റെ താഴത്തെ വാക്യം കാണുവാൻ സാധിക്കും. അതിന്റെ താഴത്തെ 10ാമത്തെ വാക്യം കാണുവാൻ സാധിക്കും. വാനസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നത് ഒരു നന്മയ്ക്കും കുറവില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ അറിയ കഷ്ടങ്ങൾ വന്നിട്ട് അത് തന്നെയാണെങ്കിൽ ഈ വചനം ആദ്യത്തെ ഒരു പ്രേക്ഷകരോട് അറിയ വചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. യഹോവയെ അല്ലെങ്കിൽ അന്വേഷിക്കുന്നവർ ഒരു നന്മയ്ക്കും കുറവില്ല. പ്രേക്ഷകരോട് അറിയ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദൈവം എന്നെ വയനാട്ടിൽ വിളിച്ചു. ഇവിടെ വേറെ ഒരു മാസം എന്നെ സ്പോൺസർ ചെയ്യാനില്ല. പ്രേക്ഷകരോട് അറിയില്ല. ഇന്ന് 2ാമത്തെ വർഷം ഞാൻ പഠിക്കുന്ന പ്രേക്ഷകരോട് അറിയില്ല. ദൈവത്തിന്റെ കരുതൽ എത്ര വലിയത്. ഞാൻ വിശ്വസിക്കുക. പ്രേക്ഷകരോട് അറിയില്ല ഒരു മാസം ഒരു സ്പോൺസർ ചെയ്യാനില്ലാതോ എന്റെ ആവശ്യങ്ങൾ നടത്തുന്ന ദൈവം പ്രേക്ഷകരോട് വളരെ വ്യക്തമായി ജീവൻ വിളിച്ചു പറയുന്നു. മാനസിംഹങ്ങൾ ഇര കെട്ടാതെ വിശന്നിരിക്കും. അതിയ യഹോവയെ അന്വേഷിക്കുന്ന ഒരു നന്മയ്ക്കും കുറവില്ല. ഈ പ്രബോധനം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് പറഞ്ഞ് എല്ലാത്തിനും കണ്ണുകൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ അനുഗ്രഹമായ നല്ല സംസ്കൃതിക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രേഷ്ഠമായ മുന്നിൽ കഥാവെ നിൽക്കുവാൻ തക്കവണ കഥാവടി നൽകി തന്ന കൃപയായി ഞാൻ ദൈവം ശ്രദ്ധിക്കുന്നു. കഥാവെ എല്ലാവർക്കും നീ ഒരുമിച്ച്
അനുഗ്രഹിക്കണമേ. എല്ലാ നന്മയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം, നിന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം, നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ എത്താക്കിടണം. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ.